ഇനി അടുത്തൊരു ചോദ്യമാണ്, ലിസ്റ്റ് ഔട്ട് ഡിഫറെൻറ്റ് ക്ലബ്സ് ദാറ്റ് ക്യാൻ ബി കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ സ്കൂൾസ് ആൻഡ് മെൻഷൻ ദെയർ ഫങ്ഷൻസ്. നമുക്കറിയാം സ്കൂളുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലബ്ബുകളുണ്ടല്ലേ, സ്കൂൾ ക്ലബ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സയൻസ് ക്ലബ്ബുണ്ട്, മറ്റൊന്ന് ആർട്സ് ക്ലബ്ബുണ്ട്, എൻവയോൺമെൻറ്റൽ ക്ലബ്ബ് കാണും, സ്പോർട്സ് ക്ലബ്ബ് കാണും, അതേപോലെ തന്നെ ലിറ്റററി ക്ലബ്ബ് കാണും, അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് ക്ലബ്ബ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ക്ലബ്ബുകളുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ടാലൻറ്റ് ഇൻ സ്പെസിഫിക് സബ്ജക്റ്റ് ഏരിയ. ഓക്കെ, ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ടാലൻറ്റ്സ് ഇൻ സ്പെസിഫിക് സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റ് ഏരിയാസിലും ഇവരുടെ ടാലൻറ്റ് എത്തിക്കുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോജക്ട്സ്. ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റിയും അതിൻ്റെ പ്രോജക്റ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. എൻകറേജിങ് ടീം വർക്ക് ആൻഡ് ലീഡർഷിപ്പ്, പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, സപ്പോർട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. കുറച്ച് ഫാസ്റ്റ് പോവുകയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അടുത്ത് ശരിക്കും ട്രൈ. വാട്ട് ഈസ് സോക്ക് അനാലിസിസ്? സോക്ക് അനാലിസിസ്, ഹൗ ടു കണ്ടക്ട് ദിസ് ഇൻ സ്കൂൾസ്. എന്താണ് സോക്ക് അനാലിസിസ്, എങ്ങനെയാണ് ഇത് സ്കൂളുകൾ കണ്ടക്ട് ചെയ്യുന്നത്? നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ എന്താണ് സോക്ക് അനാലിസിസ് അല്ലെങ്കിൽ സോട്ട് അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ എങ്ങനെയാണ് ഇത് സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, സോക്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ അഡ്വാൻറ്റേജസ് ആണ്, ഇൻറ്റേർണൽ ലിമിറ്റേഷൻസ് ആണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ചേഞ്ചസ് ടു ഗ്രോ, നമുക്ക് വളരുന്നതിന് വേണ്ടിയുള്ള എക്സ്റ്റേണൽ ചേഞ്ചസ്. ചലഞ്ചസ് എക്സ്റ്റേണൽ ത്രെഡ്സ് ആണ് ചലഞ്ചസ് എന്ന് ഉദ്ദേശിച്ചത്. ഹൗ ടു കണ്ടക്ട് ഇൻ സ്കൂൾസ്. ഫോം എ കമ്മിറ്റി ഇൻക്ലൂഡിങ് ടീച്ചർ ആൻഡ് പ്രിൻസിപ്പൽ. ഓക്കെ, ഒരു കമ്മിറ്റി ഫോം ചെയ്യാണ് സ്കൂളിൽ. അനലൈസ് സ്കൂൾ അക്കാദമിക് റിസൾട്ട്. അനലൈസ് സ്കൂൾ അക്കാദമിക് റിസൾട്ട് ഒക്കെ അനലൈസ് ചെയ്യുക. ഐഡൻറ്റിഫൈ സ്ട്രെങ്ത്, ഗുഡ് ടീച്ചർ ഫെസിലിറ്റീസ്. അതായത് ഐഡൻറ്റിഫൈ സ്ട്രെങ്ത്, ഗുഡ് ടീച്ചർ ഫെസിലിറ്റീസ്, സ്ട്രെങ്ത്. പിന്നെ ഐഡൻറ്റിഫൈ വീക്ക്നെസ്, ലാക്ക് ഓഫ് റിസോഴ്സസ്, സ്റ്റഡി ഓപ്പർച്യൂണിറ്റി, ഗവൺമെൻറ് സ്കീം, ട്രെയിനിങ്. അതേപോലെ ഐഡൻറ്റിഫൈ ചലഞ്ചസ്, കോമ്പറ്റീഷൻ, ലോ എൻറോൾമെൻറ്റ്. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചലഞ്ചസ് ആണ്. അപ്പോൾ ഇതാണ് സ്കൂളിലെ കേസ് വരുമ്പം ഇതാണ്. ഇപ്പോൾ ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല അധ്യാപകരും നല്ല ഫാക്കൽറ്റീസൊക്കെ എന്ന് പറയുന്നത് നല്ല ആൾക്കാരാണ്. മീൻസ് അതായത് സ്ട്രെങ്തും. വീക്ക്നെസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റിസോഴ്സസ് ആണ്. സ്റ്റഡി ഓപ്പർച്യൂണിറ്റി, ഗവൺമെൻറ് സ്കീംസ്, ട്രെയിനിങ്. ഐഡൻറ്റിഫൈ ചലഞ്ചസ്, കോമ്പറ്റീഷൻ, ലോ എൻറോൾമെൻ്റ് ആണ്. അടുത്ത് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ് നമുക്ക് നോക്കാം. ബ്ലീഡിങ് കൺട്രോൾ ആൻഡ് അപ്ലൈ പ്രഷർ ആൻഡ് ബാൻഡേജ്. നമുക്കറിയാം ബ്ലീഡിങ്, ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക. അത് ബേൺ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. കൂൾ ദ ബേൺ വിത്ത് വാട്ടർ. അതായത് തണുത്ത വെള്ളം കൊണ്ട് ആ ഒരു ബേൺ ചെയ്ത സ്ഥലത്ത് കഴുകുക. ഫ്രാക്ചർ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോബിലൈസ്ഡ് അഫക്റ്റഡ് പാർട്ട്. അടുത്ത ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, കീപ് പേഷ്യൻ്റ് വാം ആൻഡ് ലൈങ് ഡൗൺ. അടുത്ത ചോക്കിംഗ് ഫസ്റ്റ് എയ്ഡ്, യൂസ് ഹ്യൂമിലിച്ച് മാനുവർ. CPR, ചെസ്റ്റ് കോംപ്രഹെൻഷൻ ആൻഡ് റെസ്ക്യൂ ബ്രെഡ്സ്. അതാണ് ഫുൾ ഫോം കേട്ടോ, അത് പഠിക്കണേ. ചെസ്റ്റ് കോംപ്രഹെൻഷൻസ് ആൻഡ് റെസ്ക്യൂ ബ്രെഡ്സ്. അടുത്ത പോയിസണിങ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് കീപ് പേഷ്യൻ്റ് കാം, സീക്ക് മെഡിക്കൽ ഹെൽപ്പ്. അടുത്ത ബൈറ്റ് ഓർ സ്റ്റിങ് എയ്ഡ് എന്ന് പറയുന്നത് വാഷ് ഏരിയ, അപ്ലൈ ഐസ് പാക്ക്. നോസ് ബ്ലീഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ലീൻ ഫോർവേഡ്, പിഞ്ച് നോയ്സ്. സ്പ്രെയിൻ ഓർ സ്ട്രെയിൻ എയ്ഡ്, യൂസ് റൈസ്, റെസ്റ്റ്, ഐസ് കോംപ്രഷൻ. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡ്, ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്സ് ആണ് കേട്ടോ. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ബേൺ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, ഫ്രാക്ചർ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, ചോക്കിംഗ് ഫസ്റ്റ് എയ്ഡ്, CPR, പോയിസണിങ് ഫസ്റ്റ് എയ്ഡ്, ബൈറ്റ്, സ്റ്റിങ് എയ്ഡ്, അതായത് എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ടത്, അതൊക്കെ ഉണ്ട് കേട്ടോ, പഠിച്ചോണം. അടുത്ത് വാട്ട് യു മീൻ ബൈ ബയോഡൈവേഴ്സിറ്റി, ഡിസ്കസ് ഇറ്റ്സ് ടൈപ്സ്. എന്താണ് ബയോഡൈവേഴ്സിറ്റി നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്യും. ബയോഡൈവേഴ്സിറ്റി ഈസ് ദ വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ്, പ്ലാന്റ്സ് ആണ്, അനിമൽസ് ആണ്, മൈക്രോ ഓർഗൻസ് ഓൺ ദ എർത്ത്. അതിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ടൈപ്സ് ആണ് പറയുന്നത്. ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ട്, ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഡൈവേഴ്സിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ബയോഡൈവേഴ്സിറ്റി ഈസ് ദ
വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാൻസ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ജന്തുജീവജാലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. അതിൽ ഉൾപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യങ്ങൾ ഉൾപ്പെടും, മൃഗങ്ങൾ ഉൾപ്പെടും, മൈക്രോ സൂക്ഷ്മ ജീവികൾ ഉൾപ്പെടും, ഭൂമിയിലുള്ള ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇത്. ഇതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വേരിയേഷൻ വിത്തിൻ സ്പീഷ്യസ്. ഓരോ സ്പീഷ്യസ് എന്ന് പറയുന്നത് അതിൻ്റെ ജനറ്റിക് വെച്ച് അതിൻ്റെ വേരിയേഷൻ കാണും അല്ലേ, വ്യത്യസ്ത അളവിലായിരിക്കും ജനറ്റിക് ഡൈവേഴ്സിറ്റി. സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് സ്പീഷ്യസ് ഇൻ ആൻ എക്കോസിസ്റ്റം. ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് സ്പീഷ്യസ് ഒരു എക്കോസിസ്റ്റത്തിലുണ്ട്, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഫോറസ്റ്റ്, വെറ്റ്ലാൻഡ്, ഡെസേർട്ട് ഇവിടങ്ങളിലൊക്കെ അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ആയിരിക്കും. ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി പ്രോസസ് ആൻഡ് റോൾസ് സ്പീഷ്യസ് പെർഫോം. ഓക്കെ, പ്രോസസ്സസ് ആൻഡ് റോൾ സ്പീഷ്യസ് പെർഫോം, അതാണ് ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി. എൻഷുറിങ് എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി, മെയിൻറ്റെയിൻ ഫുഡ് ചെയിൻ, പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് റിസോഴ്സ് സപ്പോർട്ട്, എൻവയോൺമെൻറ്റ് ബാലൻസ്, ഇതൊക്കെ ഇതിന് വരും. അപ്പം ഈ 4 ഡൈവേഴ്സിറ്റി പഠിച്ചോണ്ട് ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, ജനറ്റിക് എന്ന് പറയുന്നത് ജനിക്കുന്നതായിട്ട് ഓരോ വെറൈറ്റി ആയിട്ടുള്ള സ്പീഷ്യസ് ആയിട്ട് ജനിക്കുന്നതാണ്. സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് സ്പീഷ്യസ് ഇൻ എക്കോസിസ്റ്റം, എക്കോസിസ്റ്റത്തിലുള്ള വെറൈറ്റി ഓഫ് സ്പീഷ്യസ് ആണ്. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് പല സ്ഥലത്തും ജനിക്കുന്നത് വഴി, ഇപ്പോൾ ഫോറസ്റ്റിൽ ജനിക്കുന്നത് വഴി അല്ലെങ്കിൽ വെറ്റ്ലാൻഡിൽ ഡെസേർട്ടിൽ ജനിക്കുന്ന വഴി അതിലൊരു വ്യത്യാസം ഉണ്ടത്തില്ല, അതാണ് പറയുന്നത്. അത് ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി, പ്രോസസ് ആൻഡ് റോൾസ് സ്പീഷ്യസ് പെർഫോം, അതാണ് ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത് വൈ ആർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ ഇൻ ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. വൈ ആർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻ ദ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ പുറത്ത് കളിക്കണമെന്ന് ഉള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലേ, നമുക്കറിയാം പുറത്ത് കളിക്കാൻ പോകുന്ന വഴി കളിക്കുന്ന വഴി നമ്മൾ എന്ത് പറ്റും, ഫിസിക്കലായിട്ടുള്ള ഫിറ്റ്നസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും. അടുത്ത റെഡ്യൂസ് സ്ക്രീൻ ടൈം ആൻഡ് ഡിജിറ്റൽ അഡിക്ഷനും സ്ക്രീൻ ടൈമും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അടുത്ത ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ്. നമ്മൾ കളിക്കാൻ പോകുന്ന വഴി ഇഷ്ടംപോലെ ആൾക്കാരോട് നമ്മൾ കമ്പനിയാവും, അപ്പോൾ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ആവും. അടുത്ത ഇമ്പ്രൂവ് മെൻ്റൽ ഹെൽത്തും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആവും. റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ നമുക്ക് റെഡ്യൂസ് ആക്കാനായിട്ട് പറ്റും. ഇൻക്രീസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ക്യൂരിയോസിറ്റി വളർത്തിയെടുക്കാൻ കഴിയും. ഇമ്പ്രൂവ് ഇമ്മ്യൂണിറ്റി പവർ വളർത്തിക്കും. പ്രൊവൈഡ് റിയൽ ലൈഫ് ലേണിംഗ് വർദ്ധിക്കും. ഇമ്പ്രൂവ് മോട്ടോർ സ്കിൽസൊക്കെ വർദ്ധിക്കും. എൻകറേജ് ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ വർദ്ധിക്കും. അടുത്ത കമൻറ്റ് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിനെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫങ്ഷൻസ് എന്നല്ലെന്ന് തോന്നുന്നു പറഞ്ഞത്, വേറെ ഒരു വാക്കാണ് അവിടെ വെച്ചാൽ ഒന്ന് നോക്കണം. പ്ലാനിങ്, ഇത് പഠിച്ചതാണ്. പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേഷൻ, ഡിസിഷൻ മേക്കിംഗ്, ബഡ്ജറ്റിംഗ്, സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, കമ്പോണൻസ് എന്നാണ് നമ്മൾ പഠിച്ചത്. പ്ലാനിങ് എന്ന് പറയുന്നത് സെറ്റിംഗ് എ ഗോൾ, ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഓർഗനൈസിങ് എന്ന് പറയുന്നത് അറേഞ്ചിങ് റിസോഴ്സസിനെ അറേഞ്ചിങ് ചെയ്യുക. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് റിക്രൂട്ടിംഗ് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക. ഡയറക്റ്റിംഗ് ചെയ്യുന്ന ഗൈഡ് ലൈൻ എംപ്ലോയീസ്, അവരെ ഗൈഡ് ചെയ്യുക. കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. കോർഡിനേറ്റിംഗ്, ഹാർമോണിസിങ് ആക്ടിവിറ്റീസ്, ഡിസിഷൻ മേക്കിംഗ്, ചൂസ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അതേപോലെ തന്നെ ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക. സൂപ്പർവിഷൻ, മോണിറ്ററിംഗ്, ടാസ്ക്, കമ്മ്യൂണിക്കേഷൻ, എൻഷുറിംഗ് ഇൻഫർമേഷൻ ഫ്ലോ, അതൊക്കെയാണ്. ഡിസ്കസ് ദ റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. അദ്ദേഹത്തിൻ്റെ റോളാണ് സെറ്റിംഗ് സ്കൂൾ ഗോൾസ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റോള് ചോദിച്ചിട്ടുണ്ട്. സെറ്റിംഗ് സ്കൂൾ ഗോൾസ്, അതായത് സ്കൂളിൻ്റെ ആയിട്ടുള്ള ഗോളുകൾ അതിന് സെറ്റ് ചെയ്യുക. പ്രിപ്പയർ സ്കൂൾ ഡെവലപ്മെൻറ്റ് പ്ലാൻ, സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാനൊക്കെ സെറ്റ് ചെയ്യുക. അലോക്കേറ്റിംഗ് റിസോഴ്സസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. മെയിൻറ്റെയിനിങ് സ്കൂൾ റെക്കോർഡ്സ് സൂക്ഷിക്കുക, കൈകാര്യം ചെയ്യുക. സൂപ്പർവൈസിങ് ടീച്ചർമാരെ സൂപ്പർവൈസ് ചെയ്യുക. പ്രൊവൈഡിങ് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുക. എൻഷുറിങ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ പ്രൊവൈഡ് ചെയ്യുക. മോണിറ്ററിങ് അക്കാഡമിക് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. ബഡ്ജറ്റ് മാനേജ് ചെയ്യുക. ഇവാലുവേറ്റിംഗ് ഔട്ട്കം ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യുക, ഔട്ട്കം ഇമ്പ്രൂവ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത് കേട്ടോ. അതായത് ഹെഡ് മാസ്റ്ററിൻ്റെ റോള്, സെറ്റിംഗ് എ ഗോള്, സ്കൂളിൽ ഗോള് സെറ്റ് ചെയ്യുക. സ്കൂൾ ഡെവലപ്മെൻറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. റിസോഴ്സസ് എല്ലാവർക്കും അലോഗ് ചെയ്ത് കൊടുക്കുക. സ്കൂളിലെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. ടീച്ചർമാർക്ക് ഒരു നേതൃത്വം കൊടുക്കുക.
ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഇപ്പോൾ PTA സ്റ്റുഡൻസ് പാരൻസ് അവരെയൊക്കെ ചേർത്ത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക. അക്കാദമിക് പ്രോസസ്സ് സ്കൂളിലെ അക്കാദമിക് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് മോണിറ്റർ ചെയ്യുക. ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലാണ്. ഇനി അടുത്ത് മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് സബ്ജക്റ്റ് ക്ലബ് ഓർ സബ്ജക്റ്റ് അസോസിയേഷൻ. മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് സബ്ജക്റ്റ് ക്ലബും സബ്ജക്റ്റ് അസോസിയേഷൻ. പ്രൊമോട്ട് സബ്ജക്റ്റ് ഇൻട്രസ്റ്റ്. അതായത് നമുക്കറിയാം ഫങ്ഷൻസ്, ഒരു സബ്ജക്റ്റ് ക്ലബിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഓർഗനൈസിങ്, അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലേ. ഫങ്ഷൻസ്, എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ക്വിസസ്, കോമ്പറ്റീഷൻസ്. ഇപ്പം സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്നൊരു ക്വിസ് നടക്കുന്നതാണ്. ഓക്കെ. അല്ലെങ്കിൽ സയൻസ് ശാസ്ത്രമേളയുമായി ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് എന്താ പറയുക, അല്ലെങ്കിൽ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര ക്ലബിൻ്റെ അല്ലെങ്കിൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലൊരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല. അപ്പോൾ അതൊക്കെ ഇതെല്ലാം എൻകറേജിങ് പ്രാക്ടിക്കൽ ലേണിംഗ് എൻകറേജ് ചെയ്യുക. പ്രൊവൈഡിങ് പിയർ ഗ്രൂപ്പിംഗ്, അല്ലെങ്കിൽ കുറേ പേര് കൂടെ ചേർന്ന് പിയർ ഗ്രൂപ്പിംഗ് ചെയ്യും. ഓർഗനൈസ് സെമിനാർ ആൻഡ് വർക്ക്ഷോപ്പ്. സെമിനാറും വർക്ക്ഷോപ്പൊക്കെ ഓർഗനൈസ് ചെയ്യുക. എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എൻഹാൻസ് ചെയ്യുക. എൻകറേജ് ലീഡർഷിപ്പ് സ്കില്ല് എൻകറേജ് ചെയ്യുക. ഇംപ്രൂവ് കോൺഫിഡൻസ് എൻകറേജ് ചെയ്യും. അതേപോലെ തന്നെ അക്കാഡമിക് എക്സലൻസ് ഒക്കെ എന്ത് ചെയ്യും, സപ്പോർട്ട്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്സർവിങ് ഡേയ്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഇൻ സ്കൂൾ? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്സർവിങ് ഡേയ്സ് ഓഫ് നമ്മളൊക്കെ നാഷണൽ ഇമ്പോർട്ടൻസ് സ്കൂളിൽ വളരെ പ്രാധാന്യമുണ്ടല്ലേ. ഓരോ ദിവസത്തെയും നാഷണൽ ഇമ്പോർട്ടൻസിനനുസരിച്ച് നമ്മളത് ആചരിക്കാറുണ്ട്. അപ്പം പ്രൊമോട്ട് പാട്രിയോട്ടിസംസ്, രാജ്യത്തിനുള്ള സ്നേഹം വളർത്തുക. ടീച്ചേഴ്സ് നാഷണൽ ഹിസ്റ്ററി. നാഷണൽ ഹിസ്റ്ററി, ചരിത്രം, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി കുട്ടികൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ നാഷണൽ ലീഡേഴ്സ്, നമുക്കറിയാം മഹാത്മാഗാന്ധി ദിനമായിട്ടനുബന്ധിച്ച് ജയന്തി, ഇപ്പോൾ ഗാന്ധി ജയന്തി അല്ലെന്നുണ്ടെങ്കിൽ അയ്യങ്കാളി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെയുള്ള, അപ്പം അവരുടെ പറ്റി റെസ്പെക്റ്റ് കുട്ടികളെ വളർത്താൻ കഴിയും. എൻകറേജസ് യൂണിറ്റി, നമ്മളൊറ്റ ഒരു നാട്ടുകാരാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് എന്നുള്ള ഒരു യൂണിറ്റി വളർത്തിയെടുക്കാൻ സഹായിക്കും. അതേപോലെ ബിൽഡ്സ് കൾച്ചറൽ അവയർനെസ്, ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എൻഹാൻസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കിവിടെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. പ്രൊമോട്ട് മോറൽ വാല്യൂസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. എൻകറേജസ് പാർട്ടിസിപ്പേഷൻസ് എൻകറേജ് ചെയ്യാൻ പറ്റും. ഡെവലപ്സ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. മേക്സ് ലേണിംഗ് മീനിങ്ഫുൾ ആയിട്ടുള്ള ലേണിംഗ് ചെയ്യാം. ഇത്രയാണ് ഈ പറഞ്ഞ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്സർവിങ് ഡേയ്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് സ്കൂൾ. ഓക്കെ. അത് വാട്ട് ഈസ് ദ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മോർണിംഗ് അസംബ്ലി ഇൻ സ്കൂൾ? മോർണിംഗ് അസംബ്ലി വളരെ നല്ല ചോദ്യമാണ്. എന്താണ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മോർണിംഗ് അസംബ്ലി ഇൻ സ്കൂൾ? നീഡ് ആൻഡ് പ്രൊമോട്ട് ഡിസിപ്ലിൻ, അല്ലേ. കുട്ടികളെന്ന സ്റ്റുഡൻസ് ലേൺ ഓർഡർ ആൻഡ് പഞ്ച്വാലിറ്റി. കൃത്യസമയത്ത് വരുന്നു, ഓർഡറായിട്ട് അവർ നിൽക്കുന്നു. ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്ത ബിൽഡ്സ് യൂണിറ്റി. ആൾ സ്റ്റുഡൻസ് ഗ്യാദർ ടുഗദർ ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. അതായത് എല്ലാ കുട്ടികളും ഒരേ ഒരു യൂണിറ്റിയോട് കൂടി നിൽക്കുന്നത് അസംബ്ലിയിലായിരിക്കും, അല്ലേ. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരു യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്രിയേറ്റ്സ് പോസിറ്റീവ് സ്റ്റാർട്ട് ഓഫ് ദ ഡേ. അതായത് ഒരു ദിവസത്തെ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷണൽ അറ്റ്മോസ്ഫിയർ നമുക്കവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. ഒരു അസംബ്ലി എന്ന് പറയുന്നത് അന്നത്തെ ഫുൾ ഡേയുടെ ഒരു തുടക്കമാണ്, അല്ലേ. അപ്പോൾ അത് നല്ല രീതിയിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് സഹായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഡെവലപ്പ് മോറൽ വാല്യൂസ്, അതായത് ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ തോട്ട് ഓഫ് ദ ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് മെസ്സേജ് വഴിയൊക്കെ ധാരാളം മോറൽ വാല്യൂസ് കുട്ടികളിലോട്ട് എത്തുന്നതിന് വേണ്ടി സഹായിക്കും. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമുക്കറിയാം ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഗെറ്റ് ചാൻസസ് ടു സ്പീക്ക്. കുട്ടികൾക്ക് ആണ് എന്ത് ചെയ്യുന്നത്, അസംബ്ലി കണ്ടക്ട് ചെയ്യേണ്ട ഒരു അവസരം കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനോട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻകറേജസ് പാർട്ടിസിപ്പേഷൻസ്. ഓക്കെ. അതേപോലെ തന്നെ കൾച്ചറൽ ആൻഡ് അക്കാഡമിക് പ്രസൻറ്റേഷനിൽ എൻകറേജ് പാർട്ടിസിപ്പേഷൻസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി. പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ്, സ്കൂൾ അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ പറയുന്നത് ഈ അസംബ്ലിയിലാണ്. ഡെവലപ്സ് കോൺഫിഡൻസ്. സ്റ്റുഡൻസ് ഓവർകം സ്റ്റേജ് ഫിയർ. അതായത് കുട്ടികളുടെ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ മാറി ഒരു കോൺഫിഡൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പ്രൊമോട്ട് നാഷണൽ സ്പിരിറ്റ്. നമുക്കറിയാം നാഷണൽ ആന്തവും പ്ലഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദേശസ്നേഹം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇംപ്രൂവ് സോഷ്യൽ ബോണ്ടിങ്. ഒരു സാമൂഹികപരമായിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടാക്കും. ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഇൻറ്ററാക്ട് കളക്റ്റീവായിട്ട്
ഇൻട്രാക്ട് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നു. അടുത്തത്, വാട്ട് ഈസ് ദ നീഡ് ഫോർ ഇൻകോർപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അറ്റ് വേരിയസ് ലെവൽ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ? വാട്ട് ഈസ് ദ നീഡ് ഫോർ ഇൻകോർപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അറ്റ് വേരിയസ് ലെവൽ ഓഫ് സ്കൂളുകളിൽ എന്തിനാണ് ഒരു ഇൻകോർപ്പറേറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ്റെ ആവശ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ആവശ്യം ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. ക്രിയേറ്റ് എൻവയോൺമെൻറ്റൽ അവയർനെസ് എമോങ് സ്റ്റുഡൻസ്. അതേപോലെ തന്നെ ഡെവലപ്സ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് നാച്ചർ. നമുക്ക് നമ്മുടെ നാച്ചർ, ഭൂപ്രകൃതിയോടുള്ള റെസ്പോൺസ് വളർത്തുന്നതിന് വേണ്ടി സഹായിക്കും. പ്രൊമോട്ട് സൂട്ടബിൾ പ്രാക്ടീസസ് ലൈക്ക് സേവിങ് വാട്ടർ ആൻഡ് എനർജി. വെള്ളവും അതേപോലെ തന്നെ എനർജിയൊക്കെ സേവ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കും. പ്രിപ്പയർ സ്റ്റുഡൻസ് ടു ഫേസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. കുട്ടികളെ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. എൻകറേജസ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസർവേഷൻ കൺസർവ് ചെയ്യുക അല്ലെങ്കിൽ പരിരക്ഷിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. പ്രൊമോട്ട് എക്കോ ഫ്രണ്ട്ലി ഹാബിറ്റ്സ് ലൈക്ക് ഏർലി ചൈൽഡ്ഹുഡ്. അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാബിറ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്തൻ എൻവയോൺമെൻറ്റൽ വാല്യൂസ് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡിങ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റ്. അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റുകളും കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എൻകറേജസ് പാർട്ടിസിപ്പേഷൻ ഇൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ കഴിയും. ഡെവലപ്സ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിന് ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുന്നത്. അതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റ് എൻവയോൺമെൻറ്റൽ അവയർനെസ്, ഡെവലപ്പ് റെസ്പോൺസിബിലിറ്റി, പ്രൊമോട്ട് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, പ്രിപ്പയർസ് സ്റ്റുഡൻസ് ടു ഫേസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലം, എൻകറേജ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പ്രൊമോട്ട് എക്കോ ഫ്രണ്ട്ലി ഹാബിറ്റ്സ്. ഇങ്ങനെയുള്ള കാര്യം. ഓക്കെ, നോക്കിയാൽ മതി. ലിസ്റ്റ് ദ പ്രിൻസിപ്പൾസ് ഇൻ ടൈം ടേബിൾ കൺസ്ട്രക്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചാണ് ടൈം ടേബിൾ കൺസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പൾസും ടൈപ്സും ഒക്കെ നമ്മൾ പറഞ്ഞാണ്. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് നമ്മൾ പറഞ്ഞു. പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഫാറ്റിഗ്, പ്രിൻസിപ്പിൾ ഓഫ് റെഗുലാരിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. 5 തോന്നുന്നു പറഞ്ഞു. ഇനിയുണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്. ദ വർക്ക് ലോഡ് ഷുഡ് ബി ബാലൻസ് ചെയ്യണം. ഓക്കെ, വർക്ക് ലോഡ് എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അത് പ്രിൻസിപ്പിൾ ഓഫ് കോ കരിക്കുലർ ഇൻ്റഗ്രേഷൻ. നമുക്കറിയാം, അക്കാദമിക് കാര്യങ്ങളിൽ നിന്ന് മാറി കരിക്കുലർ കാര്യങ്ങളും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇൻക്ലൂഡിങ് ഗെയിംസ്, ആർട്സ് ആക്ടിവിറ്റീസ്, ഇതിനുള്ള കാര്യങ്ങളൊക്കെ. പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെൻറ്റേർഡ്നെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പ്രിൻസിപ്പിൾ പഠിക്കണം. കൺസിഡർ സ്റ്റുഡൻസ് കംഫർട്ട്, അതായത് കുട്ടികളെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ടൈം ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചേഴ്സ് സ്പെഷ്യലൈസേഷൻ, അലൗഡ് സബ്ജക്റ്റ് ടു സ്പെഷ്യലൈസ്ഡ്, അതായത് ഓരോ അധ്യാപകരെയും എന്താ പറയുക, സ്പെഷ്യലൈസ് ആയിട്ടുള്ള അധ്യാപകരിലേക്ക് അലൗട്ട് ചെയ്യുക എന്നുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ നീഡ്സ്, റെസ്പെക്ട് സ്കൂൾ കമ്മ്യൂണിറ്റി നീഡ്സ്. ഇതൊക്കെ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് ടൈം ടേബിൾ കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡ്. ഡിസ്കസ് ദ റോൾ ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ ദ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് എ ലേണർ. നമുക്കറിയാം, കോ കരിക്കുലർ ആക്ടിവിറ്റി സ്കൂളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻ്റഗ്രൽ പാർട്ടാണ്. സോ ഈ കോൺഫിഡൻസ് ത്രൂ പാർട്ടിസിപ്പേഷൻ വഴി കുട്ടികളിൽ എന്ത് ചെയ്യുക, ഒരു ഡെവലപ്മെൻറ്റ്, ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത് എൻഹാൻസസ് ക്രിയേറ്റിവിറ്റി ഇൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് കഴിയുന്നു. ഡെവലപ്സ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് ടീം വർക്ക് ആൻഡ് കോഓപ്പറേഷൻ നമുക്ക് ഈ കോ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡെവലപ്സ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ, പ്രൊമോട്ട് കൾച്ചറൽ അവയർനെസ്, ഇംപ്രൂവ് സോഷ്യൽ ബിഹേവിയർ, ബൂസ്റ്റ് ഇമോഷണൽ മെച്യൂരിറ്റി. ഇതൊക്കെ ഈ പറഞ്ഞ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വഴി നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഡെവലപ്സ് കോൺഫിഡൻസ് ത്രൂ പാർട്ടിസിപ്പേഷൻ, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കോൺഫിഡൻസ് ലെവൽ കൂടും, പിന്നെ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ വരും, ക്രിയേറ്റിവിറ്റി വരും, ലീഡർഷിപ്പ് ക്വാളിറ്റി വരും, ഫിസിക്കൽ ഫിറ്റ്നസ് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അടുത്ത ഡിഫറൻഷിയേറ്റ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റൽ വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, നാച്ചുറൽ എൻവയോൺമെൻറ്റും മാൻമെയ്ഡ് എൻവയോൺമെൻറ്റുമാണ് പറയുന്നത്. നോക്കാം. ഡിഫറൻഷിയേറ്റ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റ് വിത്ത് എക്സാമ്പിൾസ്.
നോക്കാം. നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റ് വിത്ത് എക്സാമ്പിൾസ്. നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്താണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്? ക്രിയേറ്റഡ് ബൈ നാച്ചർ. ഇവിടെ പ്രകൃതിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ എൻവയോൺമെൻറ്റ്, ഈ ഒരു പരിസ്ഥിതി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് എയർ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, സോയിൽ ഉണ്ടാവും, പ്ലാന്റ്സ് ഉണ്ടാവും, അനിമൽസ് ഉണ്ടാവും. നോട്ട് കൺട്രോൾ ബൈ ഹ്യൂമൻസ്. ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ഹ്യൂമൻസ് അല്ല. പ്രകൃതിക്ക് തോന്നും പോലെ പ്രകൃതി ചെയ്യും. സൂര്യൻ ഉദിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സിറ്റുവേഷൻ വന്നിട്ടില്ല, അല്ല ഞാൻ പറഞ്ഞത്. മേഘം കൊണ്ട് മറയണമെങ്കിൽ മേഘത്തിൽ മറയാം, മഴ പെയ്യണമെങ്കിൽ മഴ പെയ്യാം, അങ്ങനെയൊക്കെ പോകും. എക്സാമ്പിൾസ് റിവേഴ്സ്, ഫോറസ്റ്റ്, മൗണ്ടെയിൻസ് ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത് മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്. ഇത് എക്കോളജിക്കൽ ബാലൻസ് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അടുത്ത് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ആക്ടിവിറ്റീസ്. നമ്മൾ മനുഷ്യരാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ബിൽഡിങ്സുകൾ, റോഡുകൾ, മെഷീൻസുകൾ. കൺട്രോൾഡ് ആണ് മോഡിഫൈങ് ബൈ ഹ്യൂമൻസ്. ഇതാണ് ഹ്യൂമൻസാണ് ഇത് കൺട്രോൾ ചെയ്യുക, മോഡിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ സിറ്റീസ്, ഡാംസ്, ബ്രിഡ്ജൊക്കെയാണ്. ക്യാൻ കോസ് പൊല്യൂഷൻ ഇഫ് മിസ് മാനേജ്. നമുക്കറിയാം പൊല്യൂഷൻ വളരെ കൂടുതലാണല്ലേ, അതൊക്കെ ഇതിൻ്റെ പ്രശ്നമാണ്. ഇതാണ് ഇനി അടുത്ത് ഡിഫൈൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഹൗ ടു യു പ്രിപ്പയർ ഇൻ അഡ്വാൻസ് ഫോർ ഫ്ലഡ്. ഡിഫൈൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിഫൈൻ ചെയ്യുക. ഹൗ ഡു യു പ്രിപ്പയർ ഇൻ അഡ്വാൻസ് ഫോർ ഫ്ലഡ്. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് നിങ്ങളൊരു ഫ്ലഡ് ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ്, റെസ്പോണ്ടിങ് ആൻഡ് റിക്കവറിങ് ഫ്രം ഡിസാസ്റ്റേഴ്സ്. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? എന്താണ് ഡിസാസ്റ്റർ? ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ദുരന്തത്തിനെ പ്രോസസ്സ്, ആ ഒരു പ്രക്രിയയല്ലേ, പ്രിപ്പയർ ചെയ്യുക, ആ ദുരന്തത്തിനെതിരായിട്ട് പ്രിപ്പയർ ചെയ്യുക, റെസ്പോൺസ് ചെയ്യുക, റിക്കവർ ചെയ്യുക. ഈ ഒരു 3 പ്രോസസ്സാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് പ്ലാനിങ് ഉണ്ടാവും, ഓർഗനൈസേഷൻ ഉണ്ടാവും, കോർഡിനേറ്റിംഗ് റിസോഴ്സസ് ഒക്കെ ഇതിൽ ഉൾപ്പെടും. എയിംസ് ടു റെഡ്യൂസ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. എന്താ പറയുക, ഡിസാസ്റ്റേഴ്സിൻ്റെ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. എൻഷുർ സേഫ്റ്റി ആൻഡ് ക്വിക്ക് റിക്കവറി. വളരെ സേഫായിട്ടും ക്വിക്കായിട്ടുള്ള റിക്കവറിയാണ് ഡിസാസ്റ്റർ മാനേജ്. അപ്പോൾ ഈ 4 പോയിന്റ് പഠിക്കുക. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം എഴുതാൻ പറ്റും. പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ്, റെസ്പോണ്ടിങ് ആൻഡ് റിക്കവറിങ് ഫ്രം ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റേഴ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക. പ്രോസസ് ഓഫ് ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, റിക്കവറിങ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് പ്ലാനിങ്, ഓർഗനൈസേഷൻ, കോർഡിനേറ്റിംഗ് റിസോഴ്സസ്. എയിംസ് ടു റെഡ്യൂസ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റർ, എൻഷുറിങ് സേഫ്റ്റി ആൻഡ് ക്വിക്ക് റിക്കവറി. പ്രിപ്പറേഷൻ ഫോർ ഫ്ലഡ് ആണ് പറയുന്നത്. ഒരു സ്റ്റോർ എമർജൻസി കിറ്റ് ആൻഡ് മെഡിസിൻസ്. നമ്മൾ ഒരു ഫ്ലഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എമർജൻസി കിറ്റും അതേപോലെ തന്നെ മെഡിസിൻസൊക്കെ സ്റ്റോർ ചെയ്യുക. കീപ്പ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഇൻ വാട്ടർ പ്രൂഫ് ബാഗ്സ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാഗുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, കയ്യിൽ വെച്ചേക്കുക. അത് ഐഡൻറ്റിഫൈ സേഫ് ഷെൽട്ടേഴ്സ്. അതായത് ഒരു സേഫ് ആയിട്ടുള്ള ഷെൽട്ടറുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങോട്ട് പോകുക. അവോയ്ഡ് ലോ ലൈങ് ഏരിയാസ്. അതായത് ഈ ഹൈറ്റ് കുറഞ്ഞ ഏരിയാസിലൊന്നും ഒക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് പൊക്കമുള്ള സ്ഥലത്തോട്ടൊക്കെ പോകാം. ഡിസ്കണക്ട് പവർ സപ്ലൈ ബിഫോർ ലീവിങ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പവർ സപ്ലൈ ഉണ്ടെങ്കിൽ അതിന് ഡിസ്കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫോളോ അലേർട്ട് ആൻഡ് വാർണിംഗ് ഫ്രം അതോറിറ്റീസിൻ്റെ അലേർട്ട്സും വാർണിങ്സും ഒക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ള എമർജൻസി കിറ്റുകൾ, മെഡിക്കൽ കിറ്റുകളൊക്കെ നമ്മൾ കൈ കരുതണം. ഇമ്പോർട്ടൻസ് ഡോക്യുമെൻറ്റ്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാഗ്സിൽ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക എന്ന് പറയുന്നു. സേഫ് ആയിട്ടുള്ള ഷെൽട്ടർ ഐഡൻറ്റിഫൈ ചെയ്തതിലോട്ട് മാറുക. പിന്നെ താഴ്ന്ന പ്രദേശങ്ങൾ ചൂസ് ചെയ്യരുത്, ഉയരമുള്ള പ്രദേശങ്ങളിലോട്ടാണ് പോകേണ്ടത്. പിന്നെ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്കണക്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, അതോറിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അത് കമൻറ്റ് ഓൺ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് വിത്ത് എക്സാമ്പിൾസ്. നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്താണ്, മൈക്രോ ന്യൂട്രിയൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. മാക്രോ എന്ന് പറയുന്ന വലുത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ലാർജായിട്ടുള്ള ക്വാളിറ്റിയിൽ ആവശ്യമുള്ള മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് എനർജി ഫോർ ആൻഡ് ബോഡി സ്ട്രെങ്ത്. നമ്മുടെ ബോഡി വളരെ എനർജറ്റിക് ആയിട്ടും ബോഡി സ്ട്രെങ്തനായിട്ടും വരും. ഇൻക്ലൂഡിങ് കാർബോഹൈഡ്രേറ്റ്. ആ 3 വാക്കുകൾ പഠിക്കുക. അതാണ് മാക്രോ ന്യൂട്രിയൻസ് പറയുമ്പം. എക്സാമ്പിൾസ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റ്സും ആണ്. സോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുന്ന റൈസിൽ നിന്ന്, വീറ്റിൽ നിന്ന്, അതായത് പൾസസ്, നട്ട്സ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്നത്. വീറ്റ്, റൈസ്, പൾസ്, നട്ട്സ്. ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡെയിലി ഫങ്ഷൻ. നമ്മുടെ ഡെയിലി ആയിട്ടുള്ള ഫങ്ഷൻ വളരെ ഹാപ്പി ആയിട്ട് വളരെ
ആക്റ്റീവായിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന്. എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് വളരെ സ്മോൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ അത് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ഓക്കെ, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡിയുടെ ഒക്കെ കുറവുകൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് വരും. ഓക്കെ, അപ്പം അതും ആവശ്യമാണ്, പക്ഷേ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളൂ. ഇൻക്ലൂഡിങ് വിറ്റാമിൻ ആൻഡ് മിനറൽസ്. ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ വിറ്റാമിൻസും ഉണ്ട്, മിനറൽസും വരുന്നുണ്ട്. എക്സാമ്പിൾസ് അയൺ, കാൽഷ്യം, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, ഇങ്ങനെയുള്ളത്. സോഴ്സസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്. പക്ഷേ ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ, ഇതൊക്കെ അത്യാവശ്യമുള്ള കേട്ടോ. ഹെൽപ്പ് പ്രിവെൻറ്റ് ഡെഫിഷ്യൻസി ഡിസീസ്. അതായത് നമുക്കിതിൻ്റെയൊക്കെ കുറവ് കാരണം പലതരത്തിലുള്ള ഡിസീസസ് വരാം, ഡെഫിഷ്യൻസി ഡിസീസസ് വരാം. അടുത്ത ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? ഓക്കെ, ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രസൻറ്റിലുള്ള അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ ഭാവി കാലത്തിലെ ആവശ്യങ്ങളും കൂടെ നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മീറ്റിംഗ് പ്രസൻറ്റ് നീഡ്സ് വിത്തൗട്ട് ഹാമിങ് ഫ്യൂച്ചർ ജനറേഷൻ. കണ്ടോ, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രസൻറ്റ് നീഡ്സ് നമ്മൾ ചെയ്യുകയും വേണം, അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിലെ ജനറേഷൻ അതൊരു ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ മാറാൻ പാടില്ല. ബാലൻസസ് എൻവയോൺമെൻറ്റ്, സൊസൈറ്റി ആൻഡ് എക്കണോമി. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ബാലൻസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകണം. എൻവയോൺമെൻറ്റിനെയും കൊണ്ടുപോകണം, സൊസൈറ്റിയും കൊണ്ടുപോകണം, എക്കണോമിയും കൊണ്ടുപോകണം. ഇത് മൂന്നിൻ്റെ ഒരു സന്തുലിതാവസ്ഥയാണ് ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൊമോട്ട് റെസ്പോൺസിബിൾ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇവിടെ പറയുന്നുണ്ട് നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളുടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു ഉപയോഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത് എൻഷുർഡ് ലോങ് ടേം എൻവയോൺമെൻറ്റൽ സേഫ്റ്റി. ഇത് എൻഷുർ ചെയ്യുന്നത് ലോങ് ടേം ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ സേഫ്റ്റിയാണ്, സുരക്ഷിതത്വമാണ്. എൻകറേജസ് കൺസർവേഷൻ. ഓക്കെ, ഒരു സംരക്ഷണ കാര്യങ്ങളൊക്കെയാണ് അവിടെ. ഇനി അടുത്തതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇതിൻ്റെ മീനിങ് ആണ് നമ്മൾ പറയുന്നത്. സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പം റെഡ്യൂസസ് പൊല്യൂഷൻ. ഓക്കെ, അതായത് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. പൊല്യൂഷൻസ്. കൺട്രോൾ ക്ലൈമറ്റ് ചേഞ്ചുകൾ. ഇപ്പോൾ റെഡ്യൂസ് പൊല്യൂഷൻ്റെ ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാം, ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായിട്ട് നിരത്തുകളിൽ ഇറങ്ങുന്നതിനെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് സബ്സിഡി ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, ചില കൂടെ വായ്പ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വാഹനങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് അന്തരീക്ഷ മലിനീകരണമാകുന്നുണ്ട്. നമുക്കറിയാം ഡൽഹി പോലുള്ള വലിയ വലിയ സിറ്റികളിലൊക്കെ ഇപ്പോഴും ആൾക്കാർക്ക് മര്യാദയ്ക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, അത് ആ ലെവലിൽ മാറി. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ റെഡ്യൂസ് പൊല്യൂഷൻ, കൺട്രോൾ ക്ലൈമറ്റ് ചേഞ്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റ് ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുന്നു. പ്രൊവൈഡ് ക്ലീൻ എയർ ആൻഡ് വാട്ടർ, ക്ലീൻ എയറും വാട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻഷുറിങ് എ ഹെൽത്തി ഫ്യൂച്ചർ ഫോർ ഓൾ, ഹെൽത്തി ആയിട്ടുള്ള ഫ്യൂച്ചർ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സിഗ്നിഫിക്കൻസ്. അടുത്ത് ഡിസ്കസ് സം ഇവോൾവിങ് കരിയർ പ്രോസ്പെക്ട്സ് ഓഫ് ടീച്ചേഴ്സ്. കരിയർ പ്രോസ്പെക്ട്സ് എന്താണെന്ന് നോക്കാം. ഇവോൾവിങ് കരിയർ പ്രോസ്പെക്റ്റ്, അപ്പോൾ നമ്മൾ ടീച്ചർമാർക്കുള്ള കരിയർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആവാൻ പറ്റും അല്ലേ, കൺസൾട്ടൻ്റ് ആവാൻ പറ്റും. നമുക്കൊരു വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ആരെങ്കിലും കൺസൾട്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ആവാം, നമുക്ക് എന്തൊക്കെ ഗൈഡ് ലൈൻസ് കൊടുക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നിനക്ക് ഇന്നതാവാം, ഇന്നത് പഠിച്ച് നിനക്ക് ഇന്നതിലോട്ട് പോവാം. അപ്പോൾ കൃത്യമായിട്ടൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആവാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കുട്ടി ലോ അച്ചീവറാണോ, അല്ലെങ്കിൽ ആ കുട്ടി വളരെ സ്ലോ ലേണറാണോ, അല്ലെങ്കിൽ നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസൃതമായിട്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ ഒരു കൺസൾട്ടിങ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ കുട്ടിയുടെ കരിയറിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് ഒരു ഓൺലൈൻ ട്യൂട്ടർ ആവാൻ പറ്റും അല്ലേ. ഓൺലൈനായിട്ട് നമുക്ക് ട്യൂട്ടറിങ് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ്, എസ്പെഷ്യലി ഇൻ ദ കണ്ടംപററി ഇഷ്ടംപോലെ ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള മെനി ഓപ്പർച്യൂണിറ്റീസ് ഹാവ് പ്രൊവൈഡിങ് ഫോർ ടീച്ചേഴ്സ്. സോ അതുകൊണ്ട് അതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഓൺലൈൻ ട്യൂട്ടറിങ് കൊണ്ട്. അത് കരിക്കുലം ഡെവലപ്പർ. ഓക്കെ, ബിക്കോസ് ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ കരിക്കുലം ഡെവലപ്മെൻറ്റ് പോലുള്ള വലിയ വലിയ ഫങ്ഷൻസ്, വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
അതായത് അന്നത്തെ ആ സമയത്തുള്ള കണ്ടംപററി ആയിട്ടുള്ള സിറ്റുവേഷൻ മാത്രമല്ല നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കുലർ ഡെവലപ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പറയത്തില്ല പൊട്ടക്കിണറ്റി കിടക്കുന്ന തവള പോലെ ആകരുത് ഒരിക്കലും അധ്യാപകർ എന്ന് പറയുന്നത്. അധ്യാപകർ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. കാരണം കുറേ വർഷങ്ങൾ ജീവിക്കേണ്ട ഒരു ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു കുറേ കുട്ടികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്, ലൈഫ് സ്കിൽസ് ഉൾപ്പെടെ. അപ്പം കരിക്കുലർ ഡെവലപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ആണ് നമ്മൾ ഓരോ കാര്യങ്ങളും. അപ്പോൾ അത്ര മാത്രം ഇത് വേണം. പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. വലിയ നമ്മുടെ ഹയർ പൊസിഷൻ അഡ്മിനിസ്ട്രേഷൻ ലെവലിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ റിസർച്ചറായിട്ട് അത് വലിയൊരു കാര്യമാണ്. കാരണം ടീച്ചർ ആസ് എ റിസർച്ചർ പ്രാക്ടീസർ അല്ലേ, ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിസർച്ച് അല്ലെ ഗവേഷണം ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആക്ഷൻ റിസർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ റിസർച്ചിലൂടെ ഗവേഷണത്തിലൂടെ എഡ്യൂക്കേഷനിൽ പോകും. അപ്പോൾ ടീച്ചർ ആസ് എ എഡ്യൂക്കേഷൻ റിസർച്ചർ. ടീച്ചർ ട്രെയിനർ, ഓക്കെ, നമുക്കൊരു ടീച്ചർ ട്രെയിനർ ഉണ്ടാകും. ഭാവിയിൽ വരുന്ന അധ്യാപകരെ നമുക്ക് എന്ത് ചെയ്യാം, അധ്യാപക വിദ്യാർത്ഥികൾ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പറ്റും. കണ്ടൻറ് ക്രിയേറ്റർ, ലേണിംഗ്, അത് ഭയങ്കര കണ്ടൻറ് ക്രിയേറ്റർ ആകാൻ പറ്റും. നമ്മളുടെ ഏതാണ് സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് കഴിവുള്ള വളരെ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നതിൽ നമുക്കൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാം. ലൈഫ് സ്കിൽ കോച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ കൗൺസിലർ തുടങ്ങിയ കാര്യങ്ങൾ കരിയർ പ്രോസ്പെക്ട്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. ദെൻ അടുത്ത ക്വസ്റ്റ്യനാണ്, റിസർച്ച് ഈസ് ഓഫ്റ്റൻ റിഗാർഡ് ആസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ഗിവ് റീസൺസ്. റിസർച്ച് ഈസ് ഓഫ്റ്റൻ റിഗാർഡഡ് ആസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾ റിസർച്ച് അതിനുള്ള റീസൺസ് എന്താണ്? ഹെൽപ്പ് ഇംപ്രൂവിങ് ടീച്ചിങ് മെത്തേഡ്സ്. നമുക്കറിയാം റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഏതൊരു കാര്യത്തിൽ ഗവേഷണം നടത്തുക, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ എഡ്യൂക്കേഷനിൽ വളരെ വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ മാറ്റം അത്യാവശ്യമാണല്ലേ ടീച്ചിങ് മെത്തേഡ്സിൽ. അപ്പം ഹെൽപ്സ് ഇംപ്രൂവ് ടീച്ചിങ് മെത്തേഡ്സ്. അടുത്ത് എൻകറേജസ് സയൻറ്റിഫിക് തിങ്കിങ് എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. സയൻറ്റിഫിക് ആയിട്ടുള്ള തിങ്കിങ് എൻകറേജ് ചെയ്യുക എന്നുള്ളത് റിസർച്ചിൻ്റെ ഒരു ഗുണമാണ്. ഓക്കെ, സയൻറ്റിഫിക് തിങ്കിങ് എൻകറേജ്. സോൾവ് ക്ലാസ് റൂം പ്രോബ്ലംസ്. ക്ലാസ് റൂമിലുള്ളാവുന്ന പ്രശ്നങ്ങളെ ആക്ഷൻ റിസർച്ച് വഴി നമുക്ക് പ്രശ്നം പരിഹരിക്കണം. എൻഹാൻസ് സ്റ്റുഡൻസ് ലേണിംഗ്. കുട്ടികളുടെ സ്റ്റുഡൻസ് ലേണിങ്ങിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് ഇന്നോവേറ്റീവ് ടൂൾസ്. നമുക്ക് ഇന്നോവേറ്റീവായിട്ടുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സപ്പോർട്ട് കരിക്കുലം ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ് എൻകറേജ് ചെയ്യാൻ പറ്റും. ഹെൽപ്സ് അപ്ഡേറ്റ് ടീച്ചർ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ എഡ്യൂക്കേഷണൽ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്സ് ഓവറോൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് എഡ്യൂക്കേഷനിലുള്ളത് അതിനെല്ലാം നമുക്ക് എന്താ പറയുക, ഒരു അധ്യാപകന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിസർച്ചർ എന്നുള്ള രീതിയിൽ ഗവേഷകൻ എന്നുള്ള രീതിയിൽ നമുക്കിതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. അത് വാട്ട് ആർ ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഡ്യൂറിങ് ദ ഫയർ ആൻഡ് എർത്ത്. വളരെ ഒരു നല്ല ചോദ്യമാണ്. പക്ഷേ ഓക്കെ, ഇവിടെ പലത് ചോദിക്കാം. നാച്ചുറൽ ഡിസാസ്റ്ററിൽ ചോദിക്കാം, ഡ്യൂറിങ് ഫയറും എർത്തുകൾക്കും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾ പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് നിങ്ങൾ ടേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഫയറാണ് ഉണ്ടാകുന്നത്. ഡു നോട്ട് പാനിക്. നിങ്ങൾ പാനിക് ആകരുത് കേട്ടോ. യൂസ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. നമുക്കറിയാം ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടല്ലോ, എക്സ്റ്റിങ്ക്വിഷർ, അതൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അത് ക്രാവ്ഡ് അണ്ടർ സ്മോക്ക്. അതായത് ഈ സ്മോക്ക്, അത് കറക്റ്റായിട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാവും. സ്മോക്ക് ചെയ്യുക. ഓക്കെ. ഡു നോട്ട് യൂസ് ലിഫ്റ്റുകളൊന്നും ആ സമയത്ത് ഫയറിൻ്റെ സമയത്ത് ഉപയോഗിക്കരുത്. അടുത്ത് ഇവാക്യുവേറ്റ് ക്വിക്ക്ലി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് വേഗത്തിൽ എസ്കേപ്പ് അടിക്കാൻ നോക്കുക. പിന്നെ നിലത്ത് കിടന്ന് ഉരുളുക. ഒരു പക്ഷേ തീ പിടിച്ച് കഴിഞ്ഞാൽ നിലത്ത് കിടന്ന് ഉരുളുകയും പിന്നെ അങ്ങനെ ലൈറ്റുകളൊന്നും ഓണാക്കി ഇടുകരുത്. ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അടുത്ത് ഡ്യൂറിങ് എർത്ത് വരുന്ന ഡ്രോപ്പ് കവർ ആൻഡ് ഹോൾഡ്. ഒരു എവിടെയെങ്കിലും കയറി കവറായിട്ട് നമ്മൾ മേളിൽ എന്തെങ്കിലും അടിയിൽ കയറി കുളിച്ചിരിക്കുക എന്തെങ്കിലും ചെയ്യും. സ്റ്റേ അവേ ഫ്രം വിൻഡോസിൻ്റെ അടുത്ത് കയറി നിൽക്കുന്നതായാൽ ടേൺ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യുക. മൂവ് ടു ഓപ്പൺ സ്പേസ്. ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലോട്ടൊക്കെ ചെന്ന് ഒളിക്കുക എന്നല്ല, പോവുക. ഫോളോ എമർജൻസി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിക്കുക. അടുത്ത് ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഓൺ എൻവയോൺമെൻറ്റ്. ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് പോപ്പുലേഷൻ എക്സ്പോഷൻ ഓൺ എൻവയോൺമെൻറ്റ്. നമ്മുടെ പോപ്പുലേഷൻ കൂടിയ പ്രശ്നമാണോ? ആണ് അല്ലേ. ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഇമ്പാക്റ്റ് ഉണ്ട്. എന്താണ് ഇതിൻ്റെ പോപ്പുലേഷൻ എക്സ്പോഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ആകെപ്പാടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ തട്ടി എന്ത് ചെയ്യുന്നത്
ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഇനി ആൾക്കാർ കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിനേക്കാളും വലിയ പ്രശ്നമാണ്. അടുത്ത ഡീഫോറസ്റ്റേഷൻ ഒരു പ്രശ്നമാണ് അല്ലേ. മരങ്ങൾ ധാരാളമായി നമ്മൾ മുറിക്കേണ്ടി വരും. നമുക്ക് വീട് വയ്ക്കാനും ഫർണിച്ചർ ഉണ്ടാക്കാനും ഇതിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടംപോലെ കട്ട് ചെയ്യും. അടുത്ത ഓവർ യൂസ് ഓഫ് റിസോഴ്സസ്. ഓവർ യൂസ് അമിതമായിട്ടുള്ള രീതിയിലുള്ള റിസോഴ്സസിൻ്റെ ഉപയോഗം. അതേപോലെ വാട്ടർ സ്കാർസിറ്റി, അതായത് ജലത്തിൻ്റെ ദൗർലഭ്യം വരും അല്ലേ. എല്ലാവരും കൂടെ കയറി ഉപയോഗിച്ച് അത് വെള്ളം കിട്ടാതെ വരും. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യത്തിൻ്റെ ഒരു നാശത്തിലോട്ട് കഴിയും. സോയിൽ ഡീഗ്രഡേഷൻ, മണ്ണിൻ്റെ നാശത്തിന്. ക്ലൈമറ്റ് ചേഞ്ച് അക്സലറേഷൻ, ക്ലൈമറ്റ് ചേഞ്ചിലോട്ട് ഇത് നയിക്കും. ഇൻക്രീസ് ഇൻ വേസ്റ്റ് ജനറേഷനിലോട്ട് നയിക്കും. പിന്നെ അതേപോലെ ഓവർ ക്രൗഡഡ് സിറ്റീസ് വളരെയധികം വളരും. പ്രഷർ ഓൺ അഗ്രികൾച്ചറിലേക്ക് വളരെ രീതിയിൽ നമുക്ക് ഫുഡ് ഇത്ര ആൾക്കാർ തീറ്റിക്കണ്ടേ, അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാർ പ്രഷർ അഗ്രികൾച്ചർ വലിയൊരു പ്രഷർ നേരിടും. അപ്പോൾ ഇത്രയാണ് ഇമ്പാക്റ്റ് ഓഫ് പോപ്പുലേഷൻ എക്സ്പോഷൻ ഓൺ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ റോൾ ഓഫ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഇൻ നാച്ചുറൽ കൺസർവേഷൻ. നമ്മളിത് നേരത്തെയും പഠിച്ചിട്ടുണ്ട്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഉണ്ട്, ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉണ്ട്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ആദ്യം വന്നതും ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വന്നതെന്ന് വെച്ചാൽ 1987 മോൺട്രിയൽ വന്നപ്പോൾ 1997 ക്യോട്ടോ പ്രോട്ടോക്കോൾ വന്നത്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓസോണിനെ പറ്റി ആലോചിക്കണം പെട്ടെന്ന് കേട്ടോ. ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലേഷന് തടയുന്നതിന് വേണ്ടി നിലവിലുന്നതാണ്. നമുക്ക് നോക്കാം. ഗ്ലോബൽ എഗ്രിമെൻറ്റ് ടു ഫേസ് ഔട്ട് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്, അതായത് ഓസോൺ ഡിപ്ലേസിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് കൊണ്ട് ലക്ഷ്യമിട്ട് വന്നതാണ് ഈ പറഞ്ഞ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അത് 1987 സൈൻ ചെയ്തത്. കൺട്രോൾ ക്ലോറോഫ്ലൂറോ കാർബൺസ് ആൻഡ് ഹാലൻ. അപ്പോൾ ക്ലോറോഫ്ലൂറോ കാർബൺസിൻ്റെ ഹാലോൺ എന്ന് പറയുന്ന ഈ രണ്ട് വാതകങ്ങളുടെ ഗ്യാസസിൻ്റെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പ്രൊട്ടക്ട് ഓസോൺ ലെയറിനെ സംരക്ഷിക്കുക. റെഡ്യൂസ് ഹാംഫുൾ UV റൈസ്, നമുക്കറിയാം ഹാംഫുൾ ആയിട്ടുള്ള UV റൈസിൽ നിന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക. ഹെൽപ്സ് പ്രിവെൻറ്റ് സ്കിൻ ക്യാൻസർ ആൻഡ് കാറ്ററാക്ട്സ്, അതായത് നമുക്കറിയാം ഈ UV റൈസ് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. സ്കിൻ ക്യാൻസറാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അകാല വാർദ്ധക്യം എന്നൊക്കെ ഉള്ള സാധനങ്ങൾ വരും. സൂര്യൻ്റെ പ്രകാശം ഡയറക്റ്റായിട്ട് അടിക്കുന്നു. പ്രൊട്ടക്ട് മെറൈൻ ലൈഫ്, അതായത് നമുക്കറിയാം ഈ വെള്ളമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതുമായിട്ട് മെറൈൻ ലൈഫ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വെള്ളം വറ്റി ലാസ്റ്റ് മീനുകളെല്ലാം ചത്തുപോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അടുത്ത് റീസ്റ്റോർസ് അറ്റ്മോസ്ഫിയറിക് ബാലൻസ് എന്ത് ചെയ്യുക? റീസ്റ്റോർ ചെയ്യുക. സപ്പോർട്ട്സ് ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ സപ്പോർട്ട് ചെയ്യുക. വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഇൻ്റർനാഷണൽ ട്രീറ്റ്സ്, ഇത് ഒരു വലിയൊരു ഇൻ്റർനാഷണൽ ട്രീറ്റീസാണ് കേട്ടോ. മോസ്റ്റ് സക്സസ്ഫുൾ ഇൻ്റർനാഷണൽ ട്രീറ്റീസാണ് ഈ പറഞ്ഞ നമ്മളെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന്. അപ്പം ഇതാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു. പഠിച്ചോളാം. നെക്സ്റ്റ്, വൈ ലാൻഡ് ഫിൽസ് ആർ സെഡ് ടു ബി എൻവയോൺമെൻ്റലി ഹാംഫുൾ. നമുക്കറിയാം ലാൻഡ് ഫിൽസ് ഇത് ചെയ്യുന്നില്ലേ, വേസ്റ്റൊക്കെ ഇങ്ങനെ ഡംപ് ചെയ്തിട്ട് കുടിച്ചിരുന്ന പറയുന്നത് ലാൻഡ് ഫിൽസ്. ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അത് എന്തൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം. പ്രൊഡ്യൂസ് ടോക്സിക് ലിച്ചേറ്റ്, അതായത് ഈ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പൊല്യൂട്ട് ഗ്രൗണ്ട് വാട്ടർ, നമുക്കറിയാം ഈ പറഞ്ഞ വേസ്റ്റുകളൊക്കെ കുഴിച്ചിടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൗണ്ട് വാട്ടറൊക്കെ മലിനമായിപ്പോവും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മീഥെയ്ൻ എന്നുള്ള ഗ്യാസ് ഈ പറഞ്ഞ സാധനത്തിന് റിലീസാവും. പിന്നെ കോസ് ഓഫ് ഫോൾ സ്മെൽ, ഈ സാധനം തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര സ്മെല്ലായിരിക്കും. സ്പ്രെഡ് ഡിസീസസ് ആയിട്ടില്ലേ, അസുഖങ്ങൾ പെട്ടെന്ന് പകരും. അതേപോലെ തന്നെ ഓക്യുപ്പൈ ലാർജ് ലാൻഡ് ഏരിയാസ്, ഇത് ലാർജായിട്ടുള്ള ലാൻഡ് ഏരിയാസിൽ എന്ത് ചെയ്യും? ഓക്യുപ്പൈ. അടുത്ത ഹാം വൈൽഡ് ലൈഫിനെയൊക്കെ ഇത് ഹാംഫുള്ളായിട്ട് ബാധിക്കും. റെഡ്യൂസ് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറയും. കോസ് വിഷ്വൽ പൊല്യൂഷൻ, വിഷ്വലായിട്ടുള്ള പൊല്യൂഷനിലോട്ട് ഇത് നയിക്കും. കോൺട്രിബ്യൂട്ട് ടു ക്ലൈമറ്റ് ചേഞ്ച്, അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇത് എത്രയാണ് ഇതിൻ്റെ ഹാംഫുള്ളായിട്ടുള്ളതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മീഥെയ്ൻ ഗ്യാസ് പുറത്തോട്ട് വരുന്നത്. പിന്നെ സ്മെല്ലായിരിക്കും ഭയങ്കര. ഡിസീസസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അതേപോലെ ഹാംഫുള്ളായിട്ടുള്ള ലാർജ് ഏരിയാസൊക്കെ നഷ്ടപ്പെടില്ല ഇതുകൊണ്ട് പൊല്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ പഠിച്ചോണേ. ടൈം ടേബിൾ, ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിൻസിപ്പൾസ്, നമുക്കതാണ് നോക്കേണ്ടത് ഇനി അടുത്ത്. നമ്മൾ ടൈം ടേബിൾ എന്താണെന്നൊക്കെ പഠിച്ചു, ടൈം ടേബിളിൻ്റെ പ്രിൻസിപ്പൾസും പഠിച്ചു.
ഇനി ഇമ്പോർട്ടൻസ് എൻഷുറിങ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് സ്കൂൾ. ഒരു സ്കൂളിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ്ങിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് എന്താണെന്ന് പറയുന്നത് ടൈം ടേബിൾ എന്ന് പറയുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ട്സ് വർക്ക് ലോഡ് പ്രോപ്പർലി. നമുക്ക് വർക്ക് ലോഡിനെ വളരെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൈം ടേബിൾ ഹെൽപ്പ് ചെയ്യും. സേവ്സ് ടൈം ആൻഡ് ഇൻക്രീസിങ് എഫിഷ്യൻസി. ടൈം സേവ് ചെയ്യും, ഇൻക്രീസ് ആയിട്ടുള്ള എഫിഷ്യൻസി, കാര്യക്ഷമമായിട്ട് എഫിഷ്യൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് ഈസി ടു റീഡ്. ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. 3 പോയിന്റ് പഠിക്കാം. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ടൈം ടേബിൾ എഴുതി വെച്ചിട്ട് എന്താണെന്നുള്ള മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഗുണമില്ല. അപ്പം ക്ലിയർ ആൻഡ് ഈസി ടു റീഡ്, ഫ്ലെക്സിബിൾ ആൻഡ് പ്രാക്ടിക്കബിൾ. ഫ്ലെക്സിബിളും ആയിരിക്കണം, പ്രാക്ടിക്കബിളും ആയിരിക്കണം. മനസ്സിലായോ? അത് നടത്തുന്ന രീതിയിലായിരുന്നു എഴുതി വയ്ക്കുക. ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം, അതായത് ബാലൻസ്ഡും ആയിരിക്കണം. ഓക്കെ, ഇത്രയാണ് എൻ്റെ കാര്യം. അപ്പോൾ ക്ലിയർ ആൻഡ് ഈസി ടു റീഡ്, ഫ്ലെക്സിബിൾ ആൻഡ് പ്രാക്ടിക്കൽ, ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് ബാലൻസ്ഡ്. അടുത്ത പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ വരച്ച് ജസ്റ്റിസ് ഉണ്ടായിരിക്കണം, വെറൈറ്റി ഉണ്ടായിരുന്നു, ഫാറ്റിക്കൽ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കണം. മെൻഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രെയിമിങ് എ ടൈം ടേബിൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത് അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്രെയിമിങ് ടൈം ടേബിൾ അത് നമുക്ക് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.